ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള രണ്ട് ഫ്രൂട്ട് പ്ലാന്റുകളെ പരിചയപ്പെടാം. പെപ്പിനോ പ്ലാന്റും ഗോൾഡൻ ഗൂസ്ബെറി പ്ലാന്റും. കേപ്പ് ഗൂസ്ബെറി, അതുപോലെ തന്നെ ഗോൾഡൻ ബെറി, റാസ്ബെറി എന്നീ പേരുകളിലെല്ലാം ഈ ഒരു സസ്യം അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു പഴം ഒരു പേപ്പർ പോലുള്ള ഉണങ്ങിയ പുറന്തൊലിയാൽ മൂടപ്പെട്ടിരിക്കും. പഴുത്ത് കഴിയുമ്പോൾ നല്ല ഓറഞ്ച് അല്ലെങ്കിൽ ഒരു നല്ല ഗോൾഡൻ ഷെയ്ഡിലുള്ള നിറമായിരിക്കും ഇതിനുണ്ടാവുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ചെറിയൊരു പുളിപ്പോട് കൂട്ടിയ ഒരു മധുരമാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള, ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഫ്രൂട്ടിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടു നോക്കാം. ഈ സൈസിൽ പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് 199 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയായാലും ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള ഒരു പ്രൈസിൽ അയച്ചു തരുന്നത്. ഇനി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളം ഈ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, കണ്ണുകളുടെ ആരോഗ്യത്തിന്, ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കുന്നതിന്, ദഹനത്തിന് എന്നിവയ്ക്കൊക്കെ സഹായകമായൊരു ഫ്രൂട്ട് കൂടെയാണിത്. ഫ്രൂട്ട് നന്നായിട്ട് പഴുത്ത ശേഷം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വല്ലാത്തൊരു കയ്പും അതിനൊരു അരോചകമായ രുചിയൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം ഈ ഒരു പ്ലാന്റിനെ നടാനായിട്ട്. കൂടാതെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ളൊരു മണ്ണായിരിക്കണം. അത് നമ്മൾ പോട്ടിലായാലും നിലത്തായാലും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ സീഡ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. ചെറിയൊരു കെയറിംഗ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാ ദിവസവും നനവൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറഞ്ഞ് കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. അടുത്തതായിട്ട് പെപ്പിനോ മെലൺ എന്ന ഫ്രൂട്ടിനെ പരിചയപ്പെടാം. ഇതുപോലെ ഒരു കുറ്റിച്ചെടിയായി വളരുന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പെപ്പിനോ പ്ലാന്റ്. ഇതുപോലെ വഴുതനയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ കായ ഉണ്ടാകുന്നത്. വഴുതനയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണിത്. ഈ ഫ്രൂട്ട് വളർത്താൻ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട. ഇതുപോലെ പോട്ടിൽ വളർത്താം, അതല്ലാന്നുണ്ടെങ്കിൽ നിലത്ത് വളർത്താവുന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണിത്. ഒരുപാട് മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാനും പറ്റുന്നൊരു ഫ്രൂട്ടാണിത്. ഈ ഫ്രൂട്ട് നമുക്ക് വെറുതെ കഴിക്കുന്നതിനും അതുപോലെ തന്നെ സാലഡ് ഉണ്ടാക്കുന്നതിന്, ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനൊക്കെ അനുയോജ്യമാണ്. രണ്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. ഈ കോംബോയൊക്കെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് അയച്ചു തരുന്നത്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമാണ്. അതുപോലെ ജലാംശം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിന് ഈ ഫ്രൂട്ട് കഴിക്കുന്നത് മൂലം സഹായകമാകുന്നു. ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് ദഹനം മെച്ചപ്പെടുത്തുന്നതിന്, മലബന്ധം കുറയ്ക്കുന്നതിനൊക്കെ സഹായകമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനും ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു ഫ്രൂട്ട് തന്നെയാണിത്. ഈ ഒരു ഫ്രൂട്ടിന് കലോറി വളരെ കുറവാണ്. അതുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഫ്രൂട്ടാണിത്. പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനൊക്കെ ഇത് സഹായകമാകുന്നു. വേനൽക്കാലത്ത് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ജലം തങ്ങി നിൽക്കുന്നൊരു ഫ്രൂട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല ഉന്മേഷം ലഭിക്കുന്നതാണ്. ഇനി ഒരു പെപ്പിനോയും ഒരു ഗോൾഡൻ ഗൂസ്ബെറിയും അടങ്ങിയ കോംബോ ആണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമെങ്കിൽ ഈ രണ്ട് പ്ലാന്റിനും കൂടി 299 രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കേരളത്തിൽ എവിടെയായാലും അയച്ചു തരുന്നൊരു പ്രൈസ് വരുന്നത്. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നത് കൊണ്ട് തന്നെ ഹോം ഡെലിവറി ആയിട്ട് പാർസലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പാർസൽ കിട്ടിയ ശേഷം അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുത്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാന്റ് റിക്കവറായി വരാത്ത രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്തു തരികയോ അടുത്ത തവണ വേറെ എന്തെങ്കിലും പ്ലാന്റ് എടുക്കുന്നതിൻ്റെ കൂടെ അയച്ചു തരികയോ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.